ഉപയോഗശൂന്യമായി കിടന്ന തരിശുഭൂമിയിൽ നിന്നും നൂറുമേനി പച്ചക്കറികൾ വിളയിച്ച് വയനാട് ചോലവയൽ ഉന്നതിയിലെ ഗോത്ര കുടുംബങ്ങൾ. പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഉന്നതി നിവാസികളുടെ പച്ചക്കറി കൃഷി. കൽപ്പറ്റ KSRTC ഗ്യാരേജിന് സമീപം ചോലവയൽ ഉന്നതിയോട് ചേർന്ന് ഉപയോഗശൂന്യമായി കിടന്ന 1.5 ഏക്കർ ഭൂമിയിലാണ് ഉന്നതിയിലെ 8 കുടുംബങ്ങൾ ചേർന്ന് ജൈവ പച്ചക്കറി തോട്ടം ഒരുക്കിയത്. ഞങ്ങൾ പച്ചക്കറി തുടങ്ങി ഞങ്ങളിപ്പോൾ ഇത് 3-ാമത്തെ വർഷമാണ് ഞങ്ങൾ തുടങ്ങിയത്. 3 വർഷം ഞങ്ങൾക്ക് ഒക്കെ നല്ല മെച്ചം തന്നെ. ഇങ്ങനെ പയർ, പിന്നെ ചീര, വെണ്ട, വഴുതനങ്ങ, ഇങ്ങനെ പാവക്ക, പടവലം, പിന്നെ ബ്രക്കോളിയോ, കോളിഫ്ലവർ, ഇങ്ങനെ പല കൃഷിയുണ്ട് ഇതിൽ. സ്വന്തമായി നിർമ്മിക്കുന്ന ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷിരീതി. ജലസേചനത്തിനായി കൃഷിയിടത്തിൽ തന്നെ കുളവും നിർമ്മിച്ചു. തരിശുഭൂമിയുടെ ഉടമകളായ ചോലവയൽ കുടുംബത്തിലെ സഹോദരങ്ങളാണ് ഉന്നതി നിവാസികൾക്ക് കൃഷിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി വരുന്നത്. എല്ലാവർക്കും ഒരു പ്രചോദനം നൽകുക എന്നുള്ള നിലയ്ക്ക് നിലമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ ഇവരുടെ അധ്വാനമാണ്. ഇവരാണെങ്കിൽ 24 അവർ എല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണത്തോടു കൂടിയാണ് കൃഷി ചെയ്യുന്നത്. വന്യമൃഗങ്ങൾ, കുരങ്ങനുണ്ട്, ഇവിടെ പന്നിയുണ്ട്, മറ്റുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണ് ഇവർ നടത്തുന്നത്. വിളവെടുത്ത പച്ചക്കറികൾ ശേഖരിച്ച് കൃഷിയിടത്തിൽ തന്നെ മുളകൾ കൊണ്ട് ഉണ്ടാക്കിയ ഷെഡിൽ എത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ IAS പച്ചക്കറിത്തോട്ടം സന്ദർശിച്ച് ഉന്നതി നിവാസികളുടെ ഇടപെടലിനെ അഭിനന്ദിച്ചിരുന്നു. വന്യജീവി ശല്യമടക്കമുള്ള പ്രതിസന്ധികളെ നേരിട്ട് ഉന്നത നിവാസികൾ ഒരുക്കിയ ഈ മനോഹരമായ ജൈവ പച്ചക്കറിത്തോട്ടം നാടിന് തന്നെ മാതൃകയാണ്. ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.